ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. ചിണ്ടി വരാ മോൻ. പിന്നെ അടിച്ചാ കേറി കിടന്ന് ഉറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ, മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ആ തെക്കേടത്തെ ലിസിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറ് പാല് കുടിച്ച് മടുത്തടാ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവ് പാലിൻ. ആ, നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിളെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ, ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടു അച്ഛാ? ആ, ഇതിലൊന്നോ രണ്ടോ കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എല്ലാം ഒത്തുകിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ, തോമസിന്റെ മോനല്ലേ? പശുവിനെ വേണമല്ലേ? ആ, ശരി, നോക്കിക്കോ. ഹാ, ഇത് കൊള്ളാമല്ലോ. ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ? ഛേ, ഇത് നല്ല ഒന്നാം തരം ജേഴ്സിയാ. ഹാ, ജേഴ്സി ഇട്ടതാണല്ലേ? ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി, അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരല്ല. ചേട്ടാ, ഇത് മതി. മോനെ, കയറ്. പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്, ദാ കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, എത്തിയോ? മിടുക്കൻ. കൊള്ളാമല്ലോടാ. കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നിലത്തു മുട്ടുന്നു. അയ്യോ, ചതിച്ചോ കർത്താവേ. എടാ, ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ. പിന്നെ എല്ലാം ഒത്തു കിട്ടാൻ പാടാ.